അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ ടെക്നിക്കലി സ്കിൽഡ് ആകാൻ താല്പര്യമുള്ള ആർക്കും അതിന് ബികോം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് ഡിഗ്രിക്കാർക്കും ഇന്ന് ലോകത്ത് എവിടെയും ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാം എന്നതാണ് സത്യം. പക്ഷേ ഒരു അക്കൗണ്ടിങ് കോഴ്സിന് വേണ്ടി ഗൂഗിളിലോ ഇൻസ്റ്റയിലോ മറ്റോ സെർച്ച് ചെയ്തു പോയാൽ 100 കണക്കിന് കോഴ്സുകളാണ് വരുന്നത്. പക്ഷേ ഇതിൽ നിന്നും ഏറ്റവും നല്ലത് എങ്ങനെ തിരഞ്ഞെടുക്കും? ഈ കൺഫ്യൂഷനിലാണ് നിങ്ങളല്ലേ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ അതിനുള്ള സൊല്യൂഷൻ ഇതിലുണ്ട്. യെസ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് വിത്ത് ഡേറ്റ അനലിറ്റിക്സ് എന്ന ഫുള്ളി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ന്യൂസ് ആൻഡ് അക്കൗണ്ടിംഗ് കോഴ്സിന്റെ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. Let us explore the detailed syllabus of this new generation accounting course. അക്കൗണ്ടിങ്ങിൽ അഡ്വാൻസ് ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ കഴിവുള്ള ആർക്കും ഇന്ന് ലോകത്ത് എവിടെയും മികച്ച സാലറിയിലുള്ള ഒരു അക്കൗണ്ടന്റ് ആകാൻ കഴിയുമെന്നതിൽ സംശയമേ ഇല്ല. പ്രാക്ടിക്കൽ നോളജ് എന്നത് വെറും പരസ്യത്തിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. പകരം ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിലബസ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെയാണ് സ്കിൽ സ്പാർക്കിൻ്റെ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്ങിലെ ഈ അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സിൻ്റെ പ്രത്യേകത. The most in-demand Indian and foreign accounting course with a fully practical oriented approach. സ്കിൽ സ്പാർക്കിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഇന്ത്യയിലും വിദേശത്തുമായി 40-ലധികം കമ്പനികളിലെ ജീവനക്കാർക്ക് അക്കൗണ്ടിങ്ങിൽ ട്രെയിനിങ് നൽകി വരുന്നതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തയ്യാറാക്കിയ 50ഓളം പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തിയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിലബസ് ഫോളോ ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും എന്നതിൽ തർക്കമേ ഇല്ല. ഓടിച്ചെന്ന് ഒരല്പം ടാലി, അല്പം GST, പിന്നെ അല്ലറ ചില്ലറ ചെറിയ കോഴ്സുകൾ, പിന്നെ ഒരു 10-15 സർട്ടിഫിക്കറ്റും. ഇത്രയും കൊണ്ട് ഇന്റർവ്യൂവിന് പോകാൻ തയ്യാറായി നിൽക്കുന്നവർ ഓർക്കുക, നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. വിശദമായി പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ല അവർക്ക് വേണ്ടത്. കയ്യിലേക്ക് തരുന്ന ബില്ലുകൾ തെറ്റാതെ മിനിമം ജേർണൽ എൻട്രി എങ്കിലും ഇടാൻ കഴിവുണ്ടോ എന്നാണ് കമ്പനികൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. What's the secret behind how successful professionals learn accounting? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, സ്കിൽ സ്പാർക്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സിലബസ് ആൻഡ് പ്രോജക്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് നോൺ ബികോം കാറ്റഗറിയിൽ ഉള്ളവർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. വിശദമാക്കാം. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ ഓഫീസ് 365 കഴിയുന്നതോടെ നിങ്ങൾ കമ്പ്യൂട്ടർ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനും ഒപ്പം ഡോക്യുമെൻറ്റേഷനിലും പ്രസൻറ്റേഷനിലും എക്സ്പേർട്ട് ആയിരിക്കും. ശേഷം നമ്മൾ ബേസിക് അക്കൗണ്ട്സിലേക്ക് കടക്കുന്നു. വളരെ ലളിതമായ രീതിയിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് പഠിച്ച ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് സ്കിൽ സ്പാർക്കിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ജെറ്റ്, അതായത് ജേർണൽ എൻട്രി ടെസ്റ്റ് എന്ന സോഫ്റ്റ്വെയർ ആണ്. ഏകദേശം 3000-ൽ പരം ബില്ലുകളാണ് നിങ്ങളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അതോടെ ലോകത്ത് ഏത് കോണിൽ അക്കൗണ്ടന്റ് ആയാലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബില്ലുകൾ അനായാസം കൈകാര്യം ചെയ്യാൻ സാധിച്ചിരിക്കും. ഇതിനുശേഷമാണ് നിങ്ങൾക്ക് ടാലിയുടെ ലേറ്റസ്റ്റ് വേർഷനിൽ ട്രെയിനിങ് ലഭിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ രീതിയിൽ മാത്രമായിരിക്കണം നിങ്ങൾ ടാലി പഠിക്കേണ്ടത്. പലപ്പോഴും MCOMകാർ പോലും ടെസ്റ്റുകളിൽ തെറ്റായി എൻട്രി ചെയ്തു പോകുന്നത് ജെറ്റ് പോലെയുള്ള ഇത്തരം സോഫ്റ്റ്വെയറുകളിൽ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു ന്യൂജൻ അക്കൗണ്ടന്റ് ആയി എന്നൊരു തോന്നൽ വരുന്നുണ്ടല്ലേ? എന്നാ വേണ്ടാട്ടോ, ആയിട്ടില്ല. ദേ വരുന്നു അടുത്തത്. Data analytics, the most in-demand skill for modern accountants. ഇന്ന് ലോകം മുഴുവനും ഒരു സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷനുകളും കൂടി, ഒപ്പം അക്കൗണ്ടൻസിന്റെ ജോലിഭാരവും. പറഞ്ഞു വരുന്നത് ഈ ഡേറ്റ ഒക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ എക്സൽ അറിഞ്ഞിരിക്കണം എന്നല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം? പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ഗ്രാഫ് പ്രിപ്പയർ ചെയ്യാനും ഡാറ്റ വാലിഡേഷൻ അല്ലേ? അതൊക്കെ പഴയ കഥ. ദേ കേട്ട് നോക്ക്. ഇനി അങ്ങോട്ടുള്ള കാലം അക്കൗണ്ടൻസിന്റെ ലൈഫ് കംപ്ലീറ്റ് ഡേറ്റയിലാണ്. മിക്ക കമ്പനികളും അക്കൗണ്ടിങ്ങിനായി പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. എങ്കിൽ പോലും ഇതിലെ എൻട്രികൾ പലപ്പോഴും ഡൗൺലോഡ് ചെയ്ത് പ്രത്യേകം പ്രോസസ്സ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഇവിടെയാണ് അക്കൗണ്ടിങ്ങിൽ ഡേറ്റ അനലിറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ്. അക്കൗണ്ടിങ്ങിലെ കോർപ്പറേറ്റ് ട്രെയിനിങ് വേളയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന എൻക്വയറിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ടൻസിന് ഡേറ്റ മാനേജ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് നൽകാനാണ്. അക്കൗണ്ടൻസിന്റെ ഈ അറിവില്ലായ്മ പലപ്പോഴും പണവും സമയവും നഷ്ടപ്പെടുത്താറുണ്ടെന്ന് കമ്പനികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സിൽ ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടി എ വെൽ ഡിസൈൻഡ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് സിലബസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Understand the importance of data analytics in building a successful accounting career. ക്ലൗഡ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു കമ്പനിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള ഡേറ്റകൾ സമന്വയിപ്പിച്ച് ഡേറ്റ ക്ലീനിങ്, മോഡലിംഗ്, ഇൻ്റർപ്രിറ്റേഷൻ, ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഫൈനലി ദ വിഷ്വലൈസേഷൻ. ഇങ്ങനെ ഒരു ടാലൻറ്റഡ് അക്കൗണ്ടൻറ്റും
ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ഡേറ്റ അനലിസ്റ്റും ചേർന്ന് ചെയ്യേണ്ടുന്ന ജോലികൾ ഈ കോഴ്സ് കഴിയുന്നതോടെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. ഈ സ്കില്ലാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ പോലും നിങ്ങൾക്ക് ജോലിയോ പ്രൊമോഷനോ നേടിത്തരുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത്. സംഭവം കൊള്ളാം. പക്ഷേ നമ്മുടെ ഒരു റേഞ്ച് വെച്ചിട്ട് ഇത് ചെയ്യാൻ ആവശ്യമായ ഫോമുലയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാകൂ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവും അല്ലേ? അതായത് എക്സലിലെ ബേസിക് നോളജ് മാത്രം കൊണ്ട് ഇനി ഒരു രക്ഷയുമില്ല. പക്ഷെ പേടിക്കേണ്ട വഴിയുണ്ട് കേട്ടോ ഈ കോഴ്സിൽ. കണ്ടു നോക്കൂ. ഇനിയാണ് ഈ സിലബസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മറ്റ് ടെക്നോളജികളുടെയും തേരോട്ടം തുടങ്ങുന്നത്. Let's explore how artificial intelligence can help you solve the accounting challenges you face in the workplace. അതായത് ഒരു ഫോർമുല പോലും കാണാതെ പഠിക്കാതെ പ്രോംപ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ് നിങ്ങൾ ഇതിനാവശ്യമായ ഫോർമുലകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതോടെ നിങ്ങൾക്ക് എത്ര ജങ്ക് ഡേറ്റയും അഡ്വാൻസ്ഡ് എക്സലിൽ വളരെ ഈസിയായി ഫിൽട്ടർ ചെയ്യാനും സോർട്ട് ചെയ്യാനും മോഡൽ ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കും. തുടർന്ന് ഡേറ്റ വിഷ്വലൈസേഷന് വേണ്ടി ലോകമെമ്പാടും ഉപയോഗിക്കുന്ന പവർഫുൾ ടൂളായ പവർ BI. ഈ സ്കിൽ സെറ്റുകൾ നിങ്ങളുടെ CV ഉണ്ടെങ്കിൽ ഏതൊരു കമ്പനിയിലേക്കും ധൈര്യമായിട്ട് ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം മനസ്സിലായില്ലേ എക്സലുള്ള ബേസിക് നോളജ് മാത്രം കൊണ്ട് ഇനി രക്ഷയില്ലെന്ന്? കാരണം മൾട്ടിനാഷണൽ കമ്പനികളിലെല്ലാം തന്നെ പുതിയതായി നിയമിക്കുന്ന അക്കൗണ്ടന്റ് ആൻഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് ഡേറ്റ അനലിറ്റിക്സിൽ പ്രാവീണ്യമുള്ളവരെയാണ് നിയമിക്കുന്നത്. കാരണം ഡേറ്റ അനലിറ്റിക്സിലും ഓട്ടോമേഷനിലും എക്സ്പേർട്ടായ ഒരാൾക്ക് കുറഞ്ഞത് 5 പേരുടെ ജോലി ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കമ്പനികൾ നൽകുന്ന സാലറി പാക്കേജും ലക്ഷങ്ങളായിരിക്കും. GST return filing, a practically packed module, included in the Indian accounting segment of this course. അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ്, ടാലി, ഡേറ്റ അനലിറ്റിക്സ് ഇതിന് ശേഷമാണ് ശരിക്കും നിങ്ങൾ GSTയിലേക്ക് വരേണ്ടത്. കാരണം വിവിധ കമ്പനികളുടെ റിട്ടേൺ ഫയലിംഗ് ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് സിമുലേഷൻ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയാണ്. ഇതിനായി മിക്ക കമ്പനികളുടെയും ഡേറ്റകൾ ടാലിയിലേക്കും തിരിച്ചും ട്രാൻസ്ഫർ ചെയ്യേണ്ടതായും അനലൈസ് ചെയ്യേണ്ടതായും വരുന്നുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ ഡേറ്റ അനലിറ്റിക്സിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം നിങ്ങളുടെ റിട്ടേൺ ഫയലിംഗ് വളരെ കൃത്യതയുള്ളതും ഈസിയുമാക്കും. തുടർന്ന് ഡയറക്റ്റ് ടാക്സ്, TDS വിത്ത് ITR, പേറോൾ മാനേജ്മെന്റ് തുടങ്ങിയവയെല്ലാം പ്രാക്ടിക്കലി തന്നെയാണ് നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത്. അതും കമ്പനികളിൽ നിന്നുള്ള ലൈവ് ഡേറ്റ ഉപയോഗിച്ച് തന്നെ. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ഒരു ഓർഡറിലും സിലബസ് സ്ട്രക്ചറിലുമാണ് നിങ്ങൾ പഠിച്ചു വരേണ്ടിയിരുന്നതെന്ന്? അങ്ങനെയെങ്കിൽ ഈ ലെവൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് തുടങ്ങാമായിരുന്നു. ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് നൽകുന്ന ഫേമിൽ നിന്ന് തന്നെ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അടുത്ത സബ്ജക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകമെമ്പാടുമുള്ള മിടുക്കരായ അക്കൗണ്ടൻസിന്റെ സക്സസ് സീക്രട്ടും ഈ നോളജ് തന്നെയാണ്. Professional dashboards, the secret behind today's successful accountants. യെസ്, ശരിക്കും ഒരു എംപ്ലോയർ സ്വപ്നം കാണുന്നതും എംപ്ലോയീസിന്റെ പേടി സ്വപ്നവും ഇത് തന്നെയാണ്, പ്രൊഫഷണൽ ഡാഷ്ബോർഡ്. ഇത്തരമൊരു സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു എംപ്ലോയർ പോലും ലോകത്തുണ്ടാകത്തില്ല. ആദ്യം എന്തുകൊണ്ട് ഒരു എംപ്ലോയർ ഇതിനെ സ്വപ്നം കാണുന്നു എന്ന് പറയാം. അതിനുശേഷം എന്തുകൊണ്ട് ഇത് എംപ്ലോയീസിന് പേടി സ്വപ്നമാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. 100 കണക്കിന് തൊഴിലാളികൾ ഉള്ള ഒരു കമ്പനിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് മാനേജ്മെൻറ്റിന് വേണ്ടുന്ന രീതിയിൽ അതിനെ അനലൈസ് ചെയ്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, വിഷ്വലൈസ് ചെയ്യുക, തെറ്റുകൾ കണ്ടെത്തി അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഇൻഫോം ചെയ്യുക, കൃത്യമായ ഇടവേളകളിൽ ഗ്രോത്ത് അനലൈസ് ചെയ്യുക, ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കുക. അങ്ങനെ ഒരു കമ്പനിയുടെ 80% ഡേറ്റ റിലേറ്റഡ് ജോലികളും 24/7 ചെയ്യാൻ കെൽപ്പുള്ള ഒരു പവർഫുൾ ടൂളാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്. കമ്പനികൾ തേടുന്നതും ഇത്തരം ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ന്യൂജൻ അക്കൗണ്ടൻസിനെയാണ്. ഈ കോഴ്സിന്റെ ഭാഗമായി 5ഓളം പ്രൊഫഷണൽ ഡാഷ്ബോർഡുകളാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് ഫേമിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി എത്രത്തോളം ടെക്നിക്കലി സ്കിൽഡ് ആയിരിക്കുമെന്ന്? ഇക്കാര്യങ്ങളിലുള്ള നിങ്ങളുടെ നോളജാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളുടെ CV ഡിഫറെൻ്റ് ആക്കുന്നത്. ഇനി നമ്മൾ ഈ കോഴ്സിന്റെ തന്നെ ഭാഗമായ ഫോറിൻ അക്കൗണ്ടിംഗ് ആണ് നോക്കുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ അക്കൗണ്ടിംഗ് ജോബ് നോക്കുന്നവർക്കായി. Let's take a look at the software and practical modules included in this Gulf accounting segment. ഫോറിൻ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ക്വിക്ക് ബുക്സിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് പഠിക്കുന്നത്, ഒപ്പം സോഹോ ബുക്സ്. ഇതിൽ GCC വാറ്റിനെ കുറിച്ചും പ്രത്യേകിച്ച് കമ്പനികളുടെ രജിസ്ട്രേഷൻ, കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ് ഫയലിംഗ് എന്നിവയെല്ലാം സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് തന്നെ പ്രാക്ടിക്കലായി ചെയ്തു പഠിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ആണ് ഇതിലെ മറ്റൊരു പ്രധാന പോർഷൻ.
ഓട്ടോമേഷൻ ഓഫ് റുട്ടീൻ ടാസ്ക്സ്, സ്മാർട്ട് ഡാറ്റ അനാലിസിസ്, ഇൻ്റലിജൻറ്റ് റിപ്പോർട്ടിംഗ്, പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ്, ഇങ്ങനെ അക്കൗണ്ടിങ്ങിൽ വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി ചെയ്യേണ്ടുന്ന ജോലികൾ വിവിധ AI ടൂളുകളുടെ സഹായത്തോടെ എങ്ങനെ ചെയ്യാം എന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓർക്കുക, ലോകത്തിലുള്ള മുഴുവൻ കമ്പനികളും ഇത്തരം ഓട്ടോമേഷൻ്റെ പാതയിലാണ്. ഇക്കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ നോളജാണ് നിങ്ങളുടെ കരിയർ സ്ട്രോങ് ആക്കുന്നത്. നോക്കൂ, ബേസിക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് MNCകൾക്ക് വേണ്ടുന്ന റിക്വയർമെന്റിലാണ്. അതും ഈ കോഴ്സിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? തീർന്നില്ല, MNCകൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് പഠിക്കാൻ. The most in-demand knowledge to secure a job in multinational companies. SAP ഫിനാൻസ് ആൻഡ് കൺട്രോളിംഗ് ആണ് ഈ കോഴ്സിൻ്റെ മറ്റൊരു അട്രാക്ഷൻ. ഇന്ന് ലോകമെമ്പാടുമുള്ള മിക്ക MNCകളും ഉപയോഗിക്കുന്നത് SAP ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികളിൽ ജോലി നേടാനായി SAP സർട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. കോഴ്സിൻ്റെ ഭാഗമായി SAP ഫിനാൻസ് ആൻഡ് കൺട്രോൾ, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നത് മുതൽ ജോലി ലഭിക്കുന്നത് വരെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഒരു ഉദ്യോഗാർത്ഥി കടക്കേണ്ടത്. ആദ്യം CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണം. രണ്ടാമത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം. 3 പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സാവുകയും വേണം. ഇന്റർവ്യൂ പാസ്സായി കിട്ടാൻ നമുക്ക് എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസ് ആണ് വേണ്ടത്? എന്തൊക്കെയാണ് കമ്പനികൾ ആവശ്യപ്പെടുന്ന സോഫ്റ്റ് സ്കിൽസ്? കോഴ്സിന്റെ ഭാഗമായി അത്തരമൊരു ട്രെയിനിങ്, അതും ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടി ആയാലോ? Check out the list of soft skills you need to secure a job. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയ സോഫ്റ്റ് സ്കിൽസ് ആൻഡ് എംപ്ലോയബിലിറ്റിയിലുള്ള ട്രെയിനിങ് ആണ് മറ്റൊരു അട്രാക്ഷൻ. മുൻനിര കമ്പനികളിൽ പോലുമുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ഇൻ്റർവ്യൂകൾ പാസ്സാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഹിഡൻ ടാലൻസും സ്ട്രെങ്ത്, വീക്ക്നെസ് ഇവയൊക്കെ കണ്ടെത്താനുള്ള സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ATS ഫ്രണ്ട്ലി CV പ്രിപ്പറേഷൻ, നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസിനായി പോസിറ്റീവ് ആൻഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റ് ക്ലാസും നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഗോൾ സെറ്റിംഗ്, ടൈം മാനേജ്മെൻറ്റ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, സെൽഫ് അസസ്മെൻറ്റ് ടെക്നിക്സ്, ഇഫക്റ്റീവ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, പ്രസൻറ്റേഷൻ സ്കിൽസ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ലോകമെമ്പാടുമുള്ള കമ്പനികൾ സ്റ്റാൻഡർഡൈസേഷൻ്റെ ഭാഗമായി തങ്ങളുടെ എംപ്ലോയീസ് ടെക്നിക്കലി സ്കിൽഡ് ആയിരിക്കുക എന്നതിനോടൊപ്പം തന്നെ അവരുടെ സോഫ്റ്റ് സ്കില്ലും മികച്ചതായിരിക്കണം എന്ന് താല്പര്യപ്പെടുന്നു. യെസ്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡർഡൈസേഷൻ, ഓട്ടോമേഷൻ, പ്രോസസ് ഒപ്റ്റിമൈസേഷൻ, സസ്റ്റൈനബിലിറ്റി, ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്, പ്രൊഫഷണൽ എത്തിക്സ്, ഇക്കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഹാർഡ് സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന എംപ്ലോയീസിലാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലുള്ള എക്സ്പീരിയൻസിൽ നിന്നും സ്കിൽസ്പാർക്ക് ഇത്രയും വെൽ സ്ട്രക്ചേർഡ് ആയ ഒരു സിലബസ്, അതും ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന എല്ലാ പ്രാക്ടിക്കൽ നോളജ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒപ്പം 100% പ്ലേസ്മെന്റ് സപ്പോർട്ടും.